എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷിനെ കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വലംപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ നാടിന്റെ പിന്നോട്ടടിച്ച കേരള സംസ്ഥാനത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിലൂടെ സാധാരണക്കാരനുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമുക്കൊക്കെയും ബോധ്യമുണ്ട്. ആ ബോധ്യപ്പെടലുകളൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലവും നമ്മൾ നിരന്തരം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് അസഹിഷ്ണുതയോടുകൂടിയുള്ള മറുപടിയല്ലാതെ വേണ്ട മറുപടികൾ നൽകുവാനോ തിരുത്തപ്പെടുവാനോ തയ്യാറാകാത്ത ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന പദത്തോട് തന്നെ നീതി പുലർത്താത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തു നിന്നും വ്യതിയാനം സംഭവിച്ച് ഏത് പക്ഷത്തേക്കൊക്കെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് യാതൊരു ബോധ്യവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോട് നീതി പുലർത്താത്ത സംസ്ഥാന സർക്കാർ ഈ കേരളത്തിലെ ഒരു ജനങ്ങളെയും ഒരു സാധാരണക്കാരനെയും ഒരു വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചു എന്ന് ആത്മാർത്ഥമായിട്ട് അവകാശപ്പെടാൻ സാധിക്കില്ല. പോരായ്മകളുടെ ഒരു നീണ്ട പട്ടിക ചൂണ്ടിക്കാണിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, KSU ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ നേതാക്കന്മാരെ നിരത്തിൽ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ എടുത്ത് കയ്യിൽ കിട്ടുന്നതെടുത്തുകൊണ്ട് തലക്കിടിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഫാസിസ്റ്റ് സംവിധാനത്തിലൂടെയും ഫാസിസ്റ്റ് മനോഭാവത്തിലൂടെയുമാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദങ്ങളായിട്ട് ഉയരുന്നവരെ അതൊരു ചാനലിലുള്ള ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് യാതൊരുവിധ പരാതിയുമില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ ആണ് മനോരമ ന്യൂസ് ചാനലിലുള്ളതെങ്കിൽ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തുകൊണ്ട് ആ വീഡിയോ നീക്കം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന തരത്തിൽ ഒരു എതിർ ശബ്ദങ്ങളെ, അഭിപ്രായങ്ങളെ, മൂല്യവത്തായ വാക്കുകളെയൊക്കെ നിശബ്ദമാക്കുവാനുള്ള ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടു കൂടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തു വന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയും പുറത്തു വന്നു. എന്നാൽ ഈ രണ്ട് പ്രകടന പത്രികകളിലുണ്ട് ഈ നാടിനെ കാഴ്ചപ്പാടോടുകൂടി സ്വീകരിക്കുന്നത് ആരാണ് എന്നുള്ളത്. ഈ നാട്ടിലെ സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങളെയും, ഒരു മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബെഡ് പോലും കിട്ടാത്ത സാധാരണക്കാരന് ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്ന കാലത്ത്, ക്യാൻസർ പോലെയുള്ള മരുന്നുകളുടെ നികുതി യാതൊരു തരത്തിലും ഇളവില്ലാത്തൊരു കാലത്ത് അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് സർക്കാർ ആശുപത്രികളുടെ ഹോസ്പിറ്റൽ ബെഡുകൾ പോലും സാധാരണക്കാരന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 3 മെഡിക്കൽ കോളേജുകളെ എയിംസ് നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരുടെ ആരോഗ്യപരമായ സംരക്ഷണത്തിനായിട്ട് 25 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഒക്കെയും ഈ നാടിനെ കരുതലോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന പ്രഖ്യാപനമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക. ഇത് വെറും വാക്കല്ല, മറിച്ച് പുതുയുഗം എന്ന് പറയുന്നത് ഒരു വാക്കല്ല, മറിച്ച് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ഈ കേരളത്തിന്റെ പൊതുജന സമക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പ്രകടന പത്രികയിൽ കേരള സംസ്ഥാനത്തെ ഏറ്റവും അധികം ചേർത്ത് പിടിക്കേണ്ട കർഷക സമൂഹത്തെ, അവർക്ക് റബ്ബർ കർഷകരാണ് എങ്കിൽ അവർക്ക് 300 രൂപ താങ്ങുവില നിശ്ചയിച്ചുകൊണ്ടും നെൽസംഭരണത്തിന് 35 രൂപ നിശ്ചയിച്ചുകൊണ്ടും അത് ഉടനടി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സംവിധാനം ഒരുക്കിക്കൊണ്ടും സർവോപരി ഈ നാട്ടിലെ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി കാർഷിക ബജറ്റ് അവതരിപ്പിക്കപ്പെടും എന്ന തരത്തിലുള്ള വലിയ പ്രഖ്യാപനത്തോടുകൂടി സാധാരണക്കാരെ എല്ലാ തലത്തിലുമുള്ള മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രൊഫഷണൽസിന് അവകാശമില്ലാത്ത ഒരു കാലത്ത് മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള മാധ്യമ വെൽഫെയർ ബോർഡ് സ്ഥാപിക്കുക എന്നുള്ള പ്രഖ്യാപനം ഉൾപ്പെടെ എല്ലാവിധമായിട്ട് നമ്മൾ ഈ പ്രകടന പത്രികയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരെ ചേർത്ത് പിടിക്കേണ്ടത്? നമുക്കൊക്കെ അറിയാം, ഡയാലിസിസ് പേഷ്യൻസ് ആയിട്ടുള്ളവർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അത്തരത്തിലുള്ള സേവനങ്ങൾ ആവശ്യമുള്ളപ്പോൾ, ഹോസ്പിറ്റലുകളിലേക്ക് എത്തപ്പെടാനുള്ള സൗകര്യങ്ങളുള്ളപ്പോൾ, എത്തിച്ചേരുന്നവർക്ക് തന്നെ എത്ര പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ള ആശങ്കയോടുകൂടി ചെല്ലുമ്പോൾ, സമയ ദൈർഘ്യം അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് BPL വിഭാഗത്തിലുള്ളവർക്ക് ഡയാലിസിസ് സൗജന്യമാക്കിക്കൊണ്ടും കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടും കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രകടന പത്രിക. ഈ പ്രകടന പത്രികയാണ് നമ്മുടെ നാളുകളുടെ സംസ്ഥാന ബജറ്റായി മാറാൻ പോകുന്നത്. ഈ പ്രകടന പത്രികയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ നാടിന്റെ വികസന പദ്ധതികളുടെ ഭാഗമാകാൻ പോകുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 6ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള സംസ്ഥാനത്തിലെ ശ്രീ കെ എൻ ബാലഗോപാൽ, ഈ കേരള സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചൊരു ബജറ്റ് ഉണ്ട്. 225 പേജുകളിലുള്ള ആ ബജറ്റ് മറിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാനത്തെ ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം പോലും ഇല്ലാതെ വെറും ഓളപ്പരപ്പിൽ ഇത്ര കോടി രൂപ ഈ വിഭാഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ അത് എന്തിന് വിനിയോഗിക്കുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു, എന്ത് പദ്ധതിയാണ്, എന്ത് മാറ്റമാണ് അതേ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്ത തരത്തിലുള്ള സംസ്ഥാന ബജറ്റ്. അതേസമയം പ്രകടന പത്രികയിൽ നമ്മുടെ സിദ്ധാർത്ഥൻ, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ നീറുന്ന ഓർമ്മയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം എങ്ങോട്ടേക്ക് സഞ്ചരിക്കരുത് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമായിട്ട് നിൽക്കുമ്പോൾ
സിദ്ധാർത്ഥനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, സിദ്ധാർത്ഥന്റെ ഓർമ്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇനി ഒരു സിദ്ധാർത്ഥൻ ഈ നാട്ടിൽ ജനിക്കാൻ പാടില്ല എന്നുള്ള, അത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് നിയമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിദ്ധാർത്ഥന്റെ പേരിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങുകയും കേരളത്തിലെ കലാലയങ്ങളിലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് ഇല്ലാത്ത ഒരു സമൂഹത്തെ, ഒരു കലാലയ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു തീരുമാനം കൂടി അതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അത്തരത്തിൽ കേരള സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, വിദ്യാർത്ഥിനികളെയും സാധാരണക്കാരെയും KSRTC ബസ്സുകളിൽ സൗജന്യമായി വനിതകൾക്ക് യാത്രാ സൗകര്യം ഉറപ്പിച്ചുകൊണ്ട് ഇനി പരിരക്ഷിക്കുവാനോ സംരക്ഷിക്കുവാനോ ഇടങ്ങൾ ബാക്കിയില്ലാത്ത തരത്തിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്തുവാൻ സുമംഗലി വിവാഹ ഓഡിറ്റോറിയം വരെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്രയധികം ഇനി ഈ കേരളത്തിലെ ഒരു സമൂഹത്തെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാവരുടെയും ചിന്തകളെ, എല്ലാവരുടെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുമ്പോൾ ആ പ്രകടന പത്രികയാണ് നമ്മളുടെ നാളെയായാലെ കേരളത്തിലെ വികസന പദ്ധതികൾ. ആ വികസന പദ്ധതികൾ നടപ്പിലാക്കിയാലേ ഇടതുപക്ഷത്തിലെ ചില നേതാക്കന്മാർ, ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കണ്ണടച്ചുകൊണ്ട് പ്രഖ്യാപിക്കാറുള്ള ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണെന്ന്. അത്തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ചേർത്ത് പിടിക്കലിലൂടെ ഒരു നാട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ സ്വപ്നങ്ങളുടെ സ്കാൻഡിനേവിയയും നമ്മളുടെ സ്വപ്നങ്ങളുടെ യൂറോപ്യൻ നിലവാരവും ഒക്കെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള ഒരു പ്രകടന പത്രികയിലൂടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് 2026 മെയ് മാസം 4-ാം തീയതി അധികാരത്തിലേറുമെന്നുള്ള പ്രഖ്യാപനം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് കൊടുങ്ങല്ലൂരിലെ നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്ത് കൈ ഉയർത്തുവാനായിട്ട് അഡ്വക്കേറ്റ് OJ ജനീഷിനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തത്തെ. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.